നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 4.5 പതിറ്റാണ്ട് കാലമായി കേരളം തിരഞ്ഞുകൊണ്ടിരുന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണ് സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്നും ഹൃദ്രോഗം കാരണം മരിച്ചുവെന്നും വിധിയെഴുതി കേസ് ക്ലോസ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞെട്ടിക്കുന്ന വാർത്ത കേരളത്തിലെ പ്രശസ്തമായ ഒരു ചാനലിൽ വന്നത്. തീർച്ചയായും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നും ബ്രൂണെ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ ശതകോടീശ്വരനായി വാഴുന്നുവെന്നും വലിയ സാമ്പത്തിക അടിത്തറ ഇയാൾക്കുണ്ടെന്നും കഴിഞ്ഞ 35 വർഷമായി ബ്രൂണെ എന്ന രാജ്യത്ത് തൊഴിലെടുത്ത് അല്ലെങ്കിൽ ബിസിനസ് നടത്തി ജീവിച്ചു വരികയാണ് എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ഇയാളുടെ ഇപ്പോഴത്തെ ചിത്രവും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ താമസ സ്ഥലത്തിൻ്റെ ചിത്രവുമെല്ലാം ഈ മാധ്യമം പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. 24 ന്യൂസാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. 24ൻ്റെ റിപ്പോർട്ടർ ശ്രീനാഥ് ചന്ദ്രനാണ് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ വാർത്ത, ഇന്ന് ഞെട്ടിക്കുന്ന വാർത്ത കേരളത്തിന് നൽകിയത്. എന്നാൽ അതിനുശേഷം മറ്റു പല മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തുകൊണ്ട് വാർത്ത നൽകുന്നുണ്ട്. വെറുമൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്നതിലുപരി കേരളം കാത്തിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പ്രശസ്തമായ ഒരു കേസിൻ്റെ ചുരുളഴിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സുകുമാരക്കുറുപ്പിനെ അറിയാത്തവർ കേരളത്തിൽ ആരുമുണ്ടാകില്ല. സുകുമാരക്കുറുപ്പിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിൻ്റെ മായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി നിന്ന കാലഘട്ടം, അതിനുശേഷം ജനിച്ചവർക്ക് പോലും സുകുമാരക്കുറുപ്പിനെ അറിയാം. ചാക്കോ വധക്കേസിൽ പ്രതിയായിട്ടുള്ള സുകുമാരക്കുറുപ്പ് എന്തിനാണ് ചാക്കോ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നതെന്നും എന്തിനു വേണ്ടിയാണ് ഇയാൾ ആ ക്രൂരകൃത്യം നടത്തിയത് എന്നുമുള്ള വാർത്ത അത് ഇപ്പോഴും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും അയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു അത്ഭുതമായി തുടരുകയാണ്. കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുതമായി ഇപ്പോഴും തുടരുന്നു. പക്ഷേ സുകുമാരക്കുറുപ്പിന് കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമെല്ലാം ഇയാളെ സഹായിക്കാനുള്ള സ്വാധീന ശക്തിയുള്ള ആളുകളുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സുകുമാരക്കുറുപ്പ് 90കളിലാണ് ബ്രൂണെ എന്ന് പറയുന്ന ഈ രാജ്യത്ത് എത്തുന്നത്. ഇന്ത്യയിൽ നിന്നും വളരെ അകലെയല്ലാത്ത, എന്നാൽ ഇന്ത്യയിൽ നിന്നും അത്ര പ്രശസ്തമല്ലാത്ത ഒരു രാജ്യത്ത് ഇയാൾ എത്തിപ്പെടുന്നു. തീർച്ചയായും അവിടെ സുഖമായി ഒളിവിൽ താമസിക്കാം എന്ന് ഇയാൾ കണക്ക് കൂട്ടുന്നു. അയാളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല. ബ്രൂണെ ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യമൊന്നുമല്ല, ഒരു ഇസ്ലാമിക രാജഭരണത്തിന് കീഴിലുള്ള രാജ്യമാണ്. സുൽത്താനാണ് അവിടെ ഭരണം നടത്തുന്നത്. വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമോ പത്രസ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നാടാണ്. വ്യാജ പേരിൽ വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ കഴിഞ്ഞ 35 വർഷവും ജീവിച്ചത്. 1988 ഈ സുകുമാരക്കുറുപ്പിനെ താൻ കണ്ടു എന്ന് രത്നമ്മ എന്ന നേഴ്സ് മൊഴി പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു എന്ന് വേണം ഈ പുതിയ വാർത്തകളുമായി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല 90കളിൽ ഇയാൾ ബ്രൂണയിലെത്തിയിരിക്കുന്നു. നേപ്പാൾ വഴിയായിരിക്കാം ഇയാൾ കടന്നത് എന്ന് സംശയിക്കുന്നുണ്ട്. സുകുമാരക്കുറുപ്പിൻ്റെ യഥാർത്ഥ പാസ്പോർട്ടിൽ തന്നെയാണ് ഇയാൾ അവിടെ എത്തിയത് എന്ന് അവിടെയുള്ള ചില ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല വ്യക്തമായ പ്ലാനിങ്ങും ഓരോ നിമിഷവും കാട്ടിയ ജാഗ്രതയുമാണ് ഇയാളെ ഈ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും അകറ്റിയത്. മാത്രമല്ല ഇയാളെ സഹായിക്കാനായി, നിയമത്തിൻ്റെ പിടിയിൽ നിന്നും സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടുത്താനായി ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാൾ അവിടെ സുകുമാരക്കുറുപ്പിൻ്റെ പാസ്പോർട്ടിൽ എത്തിയെങ്കിലും ഇപ്പോൾ അയാളുടെ കയ്യിലുള്ള പാസ്പോർട്ട് ആ പാസ്പോർട്ട് അല്ല, മറ്റേതോ പേരിൽ ഒരു പാസ്പോർട്ട്, അതും ഒറിജിനൽ പാസ്പോർട്ടാണ് അയാളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യം വിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. പാസ്പോർട്ട് സംഘടിപ്പിച്ച് ഒരു സുരക്ഷിത രാജ്യം തിരഞ്ഞെടുത്തു. ഓരോ നിമിഷവും അയാൾ ജാഗ്രത കാട്ടി, വ്യക്തമായ പ്ലാനിംഗ് ഒളിവ് സമയത്ത് ഉണ്ടാക്കി. മാത്രമല്ല ഈ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുമൊക്കെ അയാൾ വളരെ ശക്തമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം ചാനലുകളിൽ വാർത്ത വന്നപ്പോൾ ഇയാളുടെ ടെലഫോണിലേക്ക് കേരളത്തിൽ നിന്നും അബുദാബിയിൽ നിന്നുമൊക്കെ കോളുകൾ വന്നു എന്ന് ഈ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇയാൾ കർശനമായ ഈ മാധ്യമത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ ഫോൺ കോളുകൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഇയാളുടെ ഫോണിലേക്ക് ഈ പറയുന്ന കേരളത്തിൽ നിന്നും അബുദാബിയിൽ നിന്നും ചറപറെ കോളുകൾ എത്തിയിരുന്നു.
അതിനുശേഷം ഇയാളുടെ ഫോൺ നിശബ്ദമായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഈ മാധ്യമം തന്നെ പുറത്തുവിടുന്നത്. ഇന്റർപോളിൻ്റെ കണ്ണ് വെട്ടിച്ചതടക്കം ഇതിൽ ഇയാൾക്ക് വളരെ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ബ്രൂണയിൽ എത്തിയ ഉടൻ തന്നെ അയാൾ സ്വന്തം പേരിലുള്ള പാസ്പോർട്ട് മാറ്റുന്നു. എംബസി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിട്ടാകാം ഇങ്ങനെയുള്ള ഒരു ഒറിജിനൽ പാസ്പോർട്ട് മറ്റൊരാളുടെ പേരിൽ ഒറിജിനൽ പാസ്പോർട്ട് സംഘടിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അങ്ങനെ ഒറിജിനൽ പാസ്പോർട്ട് സംഘടിപ്പിച്ചത് കൊണ്ടാണ്, മറ്റൊരു പേരിൽ ഒറിജിനൽ പാസ്പോർട്ട് സംഘടിപ്പിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്റർപോളിൻ്റെ നോട്ടീസ് മറികടക്കാൻ സാധിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്രൂണെ എന്ന് പറയുന്ന രാജ്യം ഒളിത്താവളമായി തിരഞ്ഞെടുക്കാൻ ഒരുപക്ഷെ ഈ സുകുമാരക്കുറുപ്പിനെ പ്രേരിപ്പിച്ചത് മറ്റു പല ഘടകങ്ങളുമായിരിക്കാം. പക്ഷേ ഇന്ത്യയുമായി അത്ര വലിയ നയതന്ത്ര ബന്ധം പുലർത്താൻ ഒരു കാലഘട്ടത്തിലും സാധ്യതയില്ലാത്ത ഒരു രാജ്യം എന്ന നിലയിലായിരിക്കാം അദ്ദേഹം ബ്രൂണെ തിരഞ്ഞെടുത്തത്. ബ്രൂണയുമായി ഇപ്പോഴും ഇന്ത്യക്ക് കുറ്റവാളികളെ കൈമാറാനുള്ള കരാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ബ്രൂണയുമായി വളരെ അടുത്ത നയതന്ത്ര ബന്ധം ഇന്ത്യ പുലർത്തുന്നുണ്ട് എന്നുള്ളത് സുകുമാരക്കുറുപ്പിന് തിരിച്ചടിയായേക്കാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടുത്തെ സുൽത്താനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ബ്രൂണെ എന്ന് പറയുന്ന രാജ്യവുമായി അടുത്ത ബന്ധം സൂക്ഷിക്കാൻ മോദി സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായി വളരെ അടുത്ത നയതന്ത്ര ബന്ധമുള്ള കേന്ദ്ര സർക്കാരിന് തീർച്ചയായും സുകുമാരക്കുറുപ്പിനെ ഒരുപക്ഷെ നാട്ടിലേക്ക് കൊണ്ടുവരിക അത്ര പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾ സുകുമാരക്കുറുപ്പ് നേരിടുന്നു എന്നുള്ളതാണ് 2023 ചിത്രീകരിച്ചത് എന്ന അവകാശവാദത്തോടു കൂടിയാണ് ഈ മാധ്യമം ഇപ്പോൾ ഈ ഫോട്ടോ, അതായത് സുകുമാരക്കുറുപ്പിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ എന്ന രീതിയിൽ ഈ ഫോട്ടോ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ താമസ സ്ഥലം എന്ന പേരിൽ ചില ദൃശ്യങ്ങളും ഇപ്പോൾ ഈ മാധ്യമം പുറത്തുവിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്ന കാര്യങ്ങളാണ്. ഏതാനും ആഴ്ചകളായി തന്നെ സുകുമാരക്കുറുപ്പിനെ ഈ മാധ്യമം പിന്തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പോലീസ് അധികൃതരെ പോലീസ് ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒളിസ്ഥലവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമെല്ലാം ചാനൽ കൈമാറിയിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ഉച്ചയോടുകൂടി വാർത്ത പുറത്തുവിടുന്നു. വളരെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിലാണ് ആ വാർത്ത പുറത്തു വരുന്നത്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ, സംശയമൊന്നുമല്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ ചാനൽ പറയുന്നു. ഇയാളുടെ ഫോൺ രേഖകൾ സഹിതം ചാനലിന് കിട്ടിയിട്ടുണ്ട്. ബന്ധുക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളുണ്ട്. മാത്രമല്ല ഒരു ചൈനീസ് പൗരൻ്റെ പേരിലാണ് ഇയാൾ ഫോൺ കണക്ഷൻ എടുത്തിട്ടുള്ളതെന്നും ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സുകുമാരക്കുറുപ്പ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തി എന്ന് ഉറപ്പിച്ച് ചാനൽ പറയുന്നത്. ഒരു സംശയവും ചാനൽ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രതിനിധി നേരിട്ട് ബ്രൂണയിലെത്തി കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച് നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇന്ന് ആ വാർത്ത നൽകിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സുകുമാരക്കുറുപ്പിൻ്റെ തിരോധാനം വളരെ പ്രശസ്തമായ കഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ചാക്കോ എന്ന് പറയുന്ന നിരപരാധിയായ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ്, ആ ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ തൻ്റെ അത്യാർത്ഥിയുടെ പേരിൽ കൊലപ്പെടുത്തുന്നു. വൻതുക ഇൻഷുറൻസ് എമൗണ്ട് തട്ടിയെടുക്കാനായി താൻ മരിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് സുകുമാരക്കുറുപ്പ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി ഒരു മൃതദേഹം വേണം എന്ന നിലയിലാണ് തന്നോട് രൂപസാദൃശ്യമുള്ള ചാക്കോയെ കണ്ടെത്തുന്നതും ചാക്കോയെ കൊലപ്പെടുത്തുന്നതുമെല്ലാം. എന്തായാലും ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കണം എന്ന ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ സുകുമാരക്കുറുപ്പ് ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പോഴും അയാൾ ഒറ്റയ്ക്കല്ല. അയാൾക്ക് കേരളത്തിലും അബുദാബിയിലും അതുപോലെ തന്നെ മറ്റു പല വിദേശ രാജ്യങ്ങളിലുമെല്ലാം നെറ്റ്വർക്കുണ്ട്. ചാനലിൽ വാർത്ത വന്നപ്പോൾ ഉടൻ തന്നെ ഇയാളുടെ ഫോണിലേക്ക് വന്ന സന്ദേശങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാത്രമല്ല ഇത്രയും കാലം നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇയാൾ വൻ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല ബ്രൂണയിലിരുന്നു കൊണ്ട് ഈ പറയുന്ന ഒളിവ് ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നാട്ടിൽ വളരെയധികം നിരീക്ഷണം നടത്തുക, അനധികൃതമായി ഉന്നതരെ സ്വാധീനിക്കുക, അന്വേഷണത്തെ അട്ടിമറിക്കുക, ഇത്തരം കാര്യങ്ങൾ അയാൾ വിദേശത്തിരുന്ന് ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ബ്രൂണയിൽ നിന്നും ഇയാൾ രക്ഷപ്പെടാതിരിക്കാനുള്ള ചില നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം.